മീഡിയ വൺ റിയാദിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് സീസണിലെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയായി. 4 മത്സരങ്ങളാണ് പൂർത്തിയായത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് നിർവഹിച്ചു. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. സിറ്റി ഫ്ലവർ ടൈറ്റിൽ സ്പോൺസറായ മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ കിക്ക് ഓഫ് മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദാണ് നിർവഹിച്ചത്. 8 ടീമുകളും 7 മത്സരങ്ങളും 100-ലധികം ഫുട്ബോൾ താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കും. സൂപ്പർ കപ്പിന്റെ റിയാദിലെ 3ാമത്തെ എഡിഷൻ കൂടിയാണിത്. ഉദ്ഘാടന മത്സരത്തിൽ മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് GM സൊവാബ് അലി, ടൂർണമെന്റ് സ്പോൺസർമാരിലെ ജൗഹർ മാളിയേക്കൽ, റിഫ പ്രസിഡന്റ് ബഷീർ ചേലമ്പ്ര എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു. റിഫ ഭാരവാഹികളായ സൈഫു കരുളായി, ഷക്കീൽ തിരൂർക്കാട്, അഷ്റഫ് കൊടിഞ്ഞി, മീഡിയ വൺ പ്രതിനിധി ഷഫ്നാസ് അനസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ വൺ അവതരിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ 2025 സീസൺ 4ലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ സ്പോൺസർ ചെയ്യാൻ പറ്റിയതിൽ അറേബ്യൻ ആക്സസിന് അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഓക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ ടീം ഇതിൽ ജയിച്ചതിൽ അറേബ്യൻ ആക്സസിന് വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാഹ്. നല്ല രീതിയിൽ കളിച്ചും ചെയ്തു. 4 ഗോളിനാണ് നല്ലൊരു അവർ ജയിച്ചിരിക്കുന്നത്. പ്രവാസി സ്പോർട്ടിംഗ് FCയും ലാൻഡൻ FCയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. 1-നെതിരെ 3 ഗോളുകൾക്ക് ലാൻഡൻ വിജയിയായി. യൂത്ത് ഇന്ത്യ FCയും സുലൈ FCയും കൊമ്പുകോർത്ത 2ാം മത്സരത്തിൽ 38ാം മിനിറ്റിൽ നിയാസ് നേടിയ ഏകപക്ഷീയമായ 1 ഗോളിന് യൂത്ത് ഇന്ത്യ സെമി ബർത്ത് ഉറപ്പാക്കി. ബ്ലാസ്റ്റേഴ്സ് പാലക്കാടിന്റെ വല 4 തവണ ചലിപ്പിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വിജയം. അവസാന മത്സരത്തിൽ റിയൽ കേരളയും റോയൽ ഫോക്കസ് ലൈനും മുഴുവൻ സമയവും പോരാടിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല. പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയിയായത് റോയൽ ഫോക്കസ് ആയിരുന്നു. നാട്ടിൽ നിന്നും സൗദിയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും 11 ഫോർമാറ്റിലെ ആവേശ മത്സരത്തിൽ ഭാഗമാകാൻ താരങ്ങളെത്തിയിരുന്നു. അതിഥി കളിക്കാരെ അണിനിരത്തി പോർമുഖം ശക്തിപ്പെടുത്തി കപ്പടിക്കാനുള്ള ശ്രമത്തിലാണ് ടീം മാനേജ്മെന്റുകൾ. സെമി ഫൈനൽ മത്സരങ്ങൾ 6, 7 തീയതികളിലായിരിക്കും നടക്കുക. മീഡിയ വൺ റിയാദ്.